ഗൈസ് പ്രോ ഗെയിമിംഗ് മച്ചാൻ്റെ അടുത്ത വീട്ടിലേക്ക് എല്ലാവർക്കും ഒരു സാധനം ഗൈസ് ഇന്ന് നമ്മൾ ഗെയിമായിട്ടൊന്നും ഇടാവുന്നതായിരിക്കുന്നത് നമുക്ക് ഇന്നൊരു സാൻഡ്വിച്ച് ആക്കാം. സെറ്റ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ? ലെറ്റ്സ് ഗോ. ഫസ്റ്റ് നമുക്ക് ബ്രെഡ് വേണം. നമുക്ക് നല്ല ബ്രെഡ് എടുക്കാം. നല്ല ബ്രെഡ് എടുത്തിട്ടുണ്ട്. നമുക്കിനി 2 ബ്രെഡും നിങ്ങളുടെ ആവശ്യത്തിനുള്ള മുട്ട എടുക്കാം. ഞാനിപ്പോൾ 1 എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ എടുക്കണം. ഗൈസ് ഞാനിപ്പോൾ എടുത്തത് പ്രീ ഫാനാണ്. നമുക്ക് ഇത് വെച്ചാക്കാം. ഫസ്റ്റ് നമുക്കിത് അടുപ്പിൽ വെക്കാം. നമ്മളത് അടുപ്പ് വെച്ചിട്ടുണ്ട്. ഗ്യാസ് കത്തിച്ചിട്ടുണ്ട്. നമുക്ക് നെയ്യാണ് വേണ്ടത്. നെയ്യ്. ഇനി നമുക്ക് നെയ്യിടാം. ഓക്കെ ഇതാ ഗൈസ് ചട്ടി ചൂടായി. നമുക്ക് കുറച്ച് നെയ്യ് ഇടാം. കുറച്ച് ഒരു എത്ര മതി. മുട്ട എടുത്തിട്ടുണ്ട്. കൊടുക്കാം. എന്നിട്ട് നെയ്യ് മാറ്റി വെച്ചിട്ട് നമുക്കൊരു ബ്രെഡ് എടുക്കാം. ചൂടായിട്ടുണ്ട്. ഇത് പ്രീ ഫാൻ ആയതുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കയ്യിൽ കഴിയും. മരത്തിൻ്റെ അടുത്ത് മറിച്ചിടാം. നല്ല സാൻഡ്വിച്ച് ആകുമ്പോൾ നാക്കാൻ വന്ന് നന്നായിട്ട് കാണുമ്പോൾ നമുക്ക് കൊടുക്കാം. കുറച്ചും കൂടി ഇതാവണം. 5 മിനിറ്റ് 10 മതി. ഇതാ ഗൈസ് ഒരു സൈഡ് ഇതായിട്ടുണ്ട്. ചെറിയായിട്ടുണ്ട്. നമുക്കിങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കാണിച്ചു തരാം. ഗൈസ് ഇനി നമുക്ക് വേണ്ട ഒരു മുട്ടയാണ്. മുട്ട എടുത്തിട്ടുണ്ട്. മുട്ട നമുക്കിട്ട് പൊട്ടിച്ച് വയ്ക്കാം. ഗൈസ് നമുക്കിനി മുട്ട പൊട്ടിച്ച് വയ്ക്കാം. മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഗൈസ് നമുക്ക് വേണ്ട ചേരുവകൾ ചേർക്കാം. പക്ഷെ നമുക്ക് കുറച്ച് ഉപ്പ് വേണം. ഉപ്പ് എടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ട മുളക് പൊടിയാണ്. മുളക് പൊടി നമുക്ക് മുളക് പൊടിയും ആവശ്യത്തിന് ചേർത്താൽ മതി. എരിവാണ് അതുകൊണ്ട് ആവശ്യത്തിന് ചേർത്താൽ മതി. ചെറിയ കുറച്ചെടുത്തിട്ടു. പിന്നെ നമ്മുടെ ഉള്ളിൽ ഈ സാധനം കൊടുക്കാം. ഇവിടെ മുളകൊക്കെ ഇങ്ങനെ കട്ട മുളകുണ്ടാവും. അതൊക്കെ നമുക്ക് ചതക്കാം. ഒന്ന് ചെറുങ്ങനെ കുത്തിക്കുത്താക്കാം. മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. അതായത് നമ്മുടെ മുട്ടേൻ്റെ ഇത് നോക്കിയിട്ട് നമുക്കൊരു ചെറിയ എടുത്തിട്ടുണ്ട്. കാണിച്ചിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കാം. നമുക്കിത് ചെറുതായി അരിഞ്ഞു കൊടുക്കാം. കത്തി വെച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കണ്ടോ മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് മുട്ട ഇതൊന്നൊരു ഫ്രൈ ആക്കിയെടുക്കാം. അതിന് മുമ്പ് നമ്മൾ നേരത്തെ ബ്രെഡിന് ചേർത്തത് നല്ല നെയ്യായിരുന്നു. ഇപ്പോൾ നമ്മൾ ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിൽ. ഏതെങ്കിലും ഒരു ഓയിൽ മതി. നമുക്ക് ഓയിലെടുത്ത് അതിൽ വയ്ക്കാം. ഫസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ വയ്ക്കാം. കുറച്ച് വയ്ക്കുന്നുണ്ട്. കണ്ടോ
കുറച്ച് എണ്ണ തേച്ച് മാറ്റി വെക്കുക. ഇനി നമ്മുടെ ചട്ടി ചൂടായ നോക്കാം. നമുക്ക് നമ്മുടെ മുട്ട അങ്ങോട്ട് വെച്ചെടുക്കാം. നമുക്ക് മുട്ട അങ്ങനെ കാക്കി കൊടുക്കാം. ബാക്കിയുള്ള എടുത്തിട്ട് ഇതൊരു 5 മിനിറ്റ് എടുക്കും. നമുക്ക് നല്ലോണം ചില്ലി വെക്കാം. നമുക്കിതെടുക്കാം. നമ്മൾ അതേപോലെ മുറച്ചിട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടി കാര്യം ചെയ്യാറുണ്ട്. നമ്മൾ ചുട്ട സാധനം ഇതവിടെ റെഡി ആയി കിട്ടും. ഇനി നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ചൂടുണ്ട്, നമുക്ക് മാറ്റി വെക്കാം. നമുക്ക് മറ്റുള്ള ചേർവകൾ ചേർക്കാം. ഇനി നമുക്കൊരു ഉള്ളിയും വേണം. പിന്നെ ഒരു ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഇത് 2 മതി നമുക്ക്. ഇനി നമുക്ക് ചെയ്യാം. നമുക്ക് ഉള്ളി മുറിക്കാം. നമുക്ക് ഇതിൻ്റെ തോലൊക്കെ കളയാം. എല്ലാവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ഗൈസ്. എനിക്ക് 70 സബ്സ്ക്രൈബ് അടിച്ചു ഗൈസ്. അടുത്ത ടാർഗറ്റ് 100 ഗൈസ്. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ഗൈസ്. എല്ലാവരും ലൈക്ക് ചെയ്തിരുന്നു ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമൻറ്റ് ചെയ്തു ഗൈസ്. കുറച്ച് സൗണ്ട് ഇതുണ്ടാവും. ഇത് ഈ നഗരങ്ങളായതുകൊണ്ട് ബസ് ലോറിയൊക്കെ പോകുന്നതുകൊണ്ട് സൗണ്ട് കേൾക്കും. സൗണ്ട് ആരും കേൾക്കുന്നില്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നമുക്കിത് ഫുള്ളൊന്ന് കടലെടുക്കാം. ടേസ്റ്റ് നമുക്ക് ഫുള്ള് തുള്ളിയെടുക്കാം. ടേസ്റ്റ് ഉള്ളിയൊക്കെ എടുത്തു, തക്കാളി കവി ഇതൊക്കെ കളഞ്ഞ് നമുക്ക് ഇങ്ങനെ മുറിക്കാം, അല്ലെങ്കിൽ റൗണ്ടിൽ മുറിക്കാം. നമുക്ക് റൗണ്ടിൽ മുറിക്കാം, നിങ്ങളിഷ്ടം പോലെ മുറിക്കാം. നമുക്ക് ഇതിൻ്റെ മേലത്തെ സാധനങ്ങൾ എടുക്കാം. അങ്ങനെ ഒരു എടുക്കുകയാണെങ്കിൽ ചെറിയ ഉള്ളി എടുത്താൽ മതി. ചെറുതന്നെ കഴിയും. ചെറുതാക്കിയിട്ടുണ്ട്. നമുക്ക് ഉള്ളി മാറ്റി വെക്കാം. നമുക്ക് തക്കാളി എടുത്ത് 2 മുറിക്കാം. നമുക്ക് റൗണ്ട് മുറിക്കാം. ഇങ്ങനെ മുറിക്കാം റൗണ്ട്. ഗൈസ് ഞാൻ പാലക്കാട് പോകുന്നുണ്ട്, അതിൻ്റെ വ്ളോഗ് ഇടുന്നുണ്ട്. എല്ലാവരും നോക്കുക ഗൈസ്. എൻ്റെ ഈ പരീക്ഷ കഴിഞ്ഞോട് പോകും. എല്ലാവർക്കും ഇത് പരീക്ഷ ഉണ്ട് ഗൈസ്. എനിക്കിത് പരീക്ഷ ഉണ്ട്, ഉച്ചക്കാണ്. എനിക്കൊരു 1:30 സമയം പോയാൽ മതി. നമുക്ക് ബാക്കിയുള്ള ചെറുതാക്കാം. നമുക്ക് ബ്രെഡ് എടുക്കാം ഗൈസ്. മുട്ട നമ്മൾ എടുക്കാം. അതിന് മുമ്പ് കുറച്ച് ഉള്ളി വെച്ച് കൊടുക്കാം. അതിൻ്റെ മേലെ നമുക്ക് ഈ മുട്ട കട്ട് ചെയ്യണം ഗൈസ്. നമുക്കൊരു നടു വെച്ച് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മേലെ ഇത് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മേലെ ഇത് 2 വെച്ച് കൊടുക്കാം. ഏറ്റവും താഴെ പിന്നെ മേലെ 2 വെച്ചിട്ട് പിന്നെ ഒരു മുട്ട വെക്കുക. പിന്നെ ലാസ്റ്റ് ഉള്ളി വെക്കുക. ഇത് വെച്ച് കടിച്ച് തിന്ന് എൻ്റെ മക്കളെ സീനായിരിക്കും. നമുക്കത് ടേസ്റ്റ് ആക്കാം കേട്ടോ ഗൈസ്. നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്. നമുക്കിത് മുറിച്ച് നോക്കാം. ഓക്കെ, നമുക്കിത് മുറിക്കാം. നമുക്കൊരു നട്ട് വെച്ചിട്ട് തന്നെ മുറിക്കാം. ചെറിയ കട്ടിയൊക്കെ ഉണ്ട്, തക്കാളിയൊക്കെ ഉണ്ടായതുകൊണ്ട് ചെറുതായിട്ട് മുറിച്ചാണ്. ഇതുകൊണ്ടായി ഒരു ക്രഞ്ചാണ്. നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം ഗൈസ്.
അടിപൊളിയാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും സബ്സ്ക്രൈബേഴ്സ്. ബൈ ബൈ. അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ ബൈ.